അപകടങ്ങൾ പതിവാകുന്ന ചാലക്കുടി പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ കിഴക്ക് ഭാഗത്തു നിന്നും ദേശീയപാതയിലേക്കുള്ള പ്രവേശനം നിരോധിക്കാൻ തീരുമാനം. നഗരസഭ വിളിച്ചു ചേർത്ത ദേശീയപാത ഉദ്യോഗസ്ഥർ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ട്രാഫിക് കമ്മിറ്റി എന്നിവരുടെ സംയുക്ത യോഗമാണ് പ്രവേശനം അടച്ചുകെട്ടാൻ തീരുമാനിച്ചത്. നേരത്തെ മന്ത്രി ഗണേഷ് കുമാറും ഇതേ അഭിപ്രായം പറഞ്ഞിരുന്നു. എന്നാൽ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാതിരുന്നതിനാൽ മന്ത്രിയുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ തീരുമാനം. പഴയ ഹൈവേയിൽ നിന്നും തൃശൂർ ഇരിങ്ങാലക്കുട പോട്ട ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും ദേശീയപാതയിലേക്ക് നേരിട്ട് പ്രവേശിക്കാതെ സർവീസ് റോഡ് മാർഗം സുന്ദരിക്കവല വഴി പോട്ടയിൽ എത്തുന്ന തരത്തിലാണ് ക്രമീകരണം. എന്നാൽ ആശ്രമം റോഡിൽ നിന്നും ദേശീയപാതയിലേക്കുള്ള പ്രവേശനം അടക്കില്ല. അടുത്ത മാസത്തോടെ ആശ്രമം ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചു. കോടതി ജംഗ്ഷനിലെ അണ്ടർ പാസേജിന്റെ ബെൽമൌത്തുകൾ കൂടുതൽ സൗകര്യപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉടൻ പൂർത്തീകരിക്കാനും തീരുമാനിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ ലീഡർ CS സുരേഷ്, ദേശീയപാത അതോറിറ്റി മാനേജർ ജ്യോതികുമാർ, നഗരസഭാ കൗൺസിലർമാർ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു. മീഡിയ ടൈം, ചാലക്കുടി.